ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡ അതുപോലെ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിനകത്തേക്ക് 1 കപ്പോളം അരി ചേർത്ത് കൊടുക്കാം. പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നല്ല പോലെ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്കിതിനകത്തുള്ള വെള്ളം കളഞ്ഞിട്ട് നമുക്കിത് അരക്കാനായിട്ട് എടുക്കണം. നല്ല പോലെ സോക്കാവണം കേട്ടോ. നല്ല പോലെ കുതിർന്നതിന് ശേഷം മാത്രം അരക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ അരിയും അതുപോലെ ഉലുവയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് അരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് നാളികേരം ചിരവിയത് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പോളം അവലും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളുത്ത കളറുള്ള അവലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതാണെന്നുണ്ടെങ്കിൽ അപ്പം ഒന്നും കൂടെ നല്ലപോലെ വെള്ള കളറായിട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് അരക്കാനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യണ്ട. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കണം. ഞാനിതിപ്പോൾ രാത്രിയാണ് മാവ് ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മാവ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അതായത് പൊങ്ങിയൊന്നും വരത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ മാവ് പൊങ്ങി വരിക. ഇതിനകത്ത് നമ്മൾ അതൊന്നും ചേർക്കാത്ത കാരണം ഇത് പൊങ്ങിയൊന്നും വരത്തില്ല. പക്ഷേ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിനകത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരുപാടൊന്നും ചുറ്റണ്ട. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തവി വെച്ചിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് തുറക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇത് കണ്ടോ, നമ്മുടെ അപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഹോൾസൊക്കെ വന്നതിന് ശേഷമാണ് അടച്ച് വെക്കേണ്ടത്. അടച്ച് വെച്ച് 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡിയാവും കേട്ടോ. ഇങ്ങനെ അടച്ച് വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, ഒരുപാട് കളറൊന്നും മാറിയിട്ടില്ല. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. വീണ്ടും നമുക്കിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അടപ്പ് മാറ്റിയിട്ട് നമുക്കിത് കോരി മാറ്റാം. ബേക്കിംഗ് സോഡയൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ചിലർക്കത് വയറിന് പിടിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. വയറിന് ഒരു അസുഖവും ഉണ്ടാകത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഈസ്റ്റിൻ്റെയൊക്കെ ഒരു രുചി വരും. ഇതിനകത്ത് നമുക്കതൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വെളുത്ത അവൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. എല്ലാ മാവും വെച്ചിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.